എല്ലാവർക്കും ഇറ്റ്സ് മീ അപ്സുവിലേക്ക് സ്വാഗതം. ഞാൻ ഇറ്റ്സ് മീ അപ്സു. ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോണേക്കാൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. IPL തുടങ്ങാറായി ഇപ്പോൾ ഓരോ ടീമുകൾക്കും ആവലാതി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ താരങ്ങൾക്ക് പരിക്ക് പറ്റുന്നതോറും അവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തെറ്റുന്നു. അതുപോലെ തന്നെ ഓരോ ടീമിന്റെ ഫാൻസുകാർക്കും അത് സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇനി IPL തുടങ്ങാൻ വലിയ ദിവസവും കാര്യങ്ങളൊന്നുമില്ല, 3-2 ദിവസം കണ്ടൊക്കെയുള്ളൂ. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നലെ മുംബൈയിലെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബെൻ റൂഫിന് പരിക്ക് പറ്റി, അതിനു പകരം വുഡിനെ ടീമിൽ എത്തിച്ചു. എങ്കിലും ഇവിടെ വീണ്ടും മുംബൈക്ക് 8ന്റെ പണിയായിട്ട് സൂര്യകുമാർ യാദവിനാണ് ഇത്തവണ പണി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഇൻസ്റ്റയിൽ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടുണ്ടായി. നമ്മൾ ഈ തേപ്പൊക്കെ കിട്ടി കൈമറിന് ഒരു ഇമോജി ഇല്ല, ബ്രേക്ക് ഹാഡ് അങ്ങനത്തെ ഒരു സംഭവം. പുള്ളിക്ക് തേപ്പ് കിട്ടിയതൊന്നുമല്ല. ഇനി അതോർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ പുറത്തു വന്നേക്കാണ്. പുള്ളിക്ക് മെയിൻ ആയിട്ട് കളിക്കാൻ പുള്ളി അത് ഇട്ടതിന്റെ കാരണം റിക്വസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: NCI പുള്ളിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഫസ്റ്റ് മത്സരം എന്തായാലും കളിക്കാൻ സാധിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പായി. ഇനി മാർച്ച് 21-ാം തീയതിയാണ് പുള്ളിയുടെ സെക്കൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് നോക്കണേ. അന്നും പുള്ളി ഓക്കെ ആവാണെങ്കിൽ പുള്ളിക്ക് എന്തായാലും രണ്ടാമത്തെ മത്സരം കളിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ പുള്ളിക്ക് മത്സരങ്ങൾ കളിക്കാൻ ഈ IPL തന്നെ കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമാണ്. ഇനി കുറെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം. പുള്ളിക്ക് സർജറിയും പരിക്ക് പറ്റി അതിന്റെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അതിന്റെ കുറെ പ്രക്രിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി അതിന്റെ പുറകെ ആയിട്ടാണ് ഫിറ്റ്നസും കാര്യങ്ങളൊന്നും കൊടുക്കാതെ എന്നാണ് പറഞ്ഞത്. ഇനി മുംബൈയുടെ ഫസ്റ്റ് മത്സരം എടുത്ത് നോക്കി കഴിഞ്ഞാൽ മാർച്ച് 24-ാം തീയതി അഹമ്മദാബാദിൽ GTക്ക് എതിരെയാണ് മത്സരം. ആ മത്സരത്തിൽ എന്തായാലും സൂര്യകുമാർ യാദവ് കളിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇനി രണ്ടാമത്തെ ഫിറ്റ്നസ് ടെസ്റ്റ് നോക്കി അതിൻ്റെ അത് ഓക്കെ ആവുകയാണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് മുംബൈയിൽ രണ്ടാമത്തെ മത്സരം കളിക്കാൻ സാധിക്കുള്ളൂ. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം കളിക്കാൻ വരണമെന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങുകളും കാണാൻ മുംബൈ ആരാധകർ വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും